അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നിട്ട് കുറച്ച് ആൾക്കാർ ചോദിക്കുന്നതാണ്. ഇപ്പോൾ കല്യാണ സീസണിലല്ലേ, ഇപ്പോൾ ടീ പാർട്ടിക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ കുറച്ചധികം സ്നാക്സിൻ്റെ റെസിപ്പി ഷെയർ ആക്കുമെന്ന്. അപ്പോൾ ഇല്ലേ, ടീ പാർട്ടിയിൽ ഉണ്ടാകുമ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ചധികം സ്നാക്സിൻ്റെ റെസിപ്പീസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. അതിനു മുമ്പായിട്ടില്ലേ, കുട്ടികൾക്കും പാരൻസിനും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ആക്കാം. എന്നോട് അധികം പാരൻസും ചോദിക്കുന്നതാണ് ബെസ്റ്റ് ഓൺലൈൻ ട്യൂഷൻ ഏതാണെന്ന്. അതുപോലെ തന്നെ 9th-ലും 10th-ലെല്ലാം പഠിക്കുന്ന അമ്മമാരാണ് കൂടുതൽ മെസ്സേജ് അയക്കുക. അവർക്ക് തന്നെ ആയിരിക്കില്ലേ കൂടുതൽ ടെൻഷനും ഉണ്ടാവുക. അപ്പോൾ ഇല്ലേ, ബെസ്റ്റ് ഓൺലൈൻ ട്യൂഷൻ 10th-നും 9th-നെല്ലാം കൊടുക്കാൻ പറ്റിയ KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഓൺലൈൻ ട്യൂഷനാണ് QLive. സാധാ ഇൻഡിവിജ്വൽ ട്യൂഷൻ പോലെയല്ല കേട്ടോ, ഇവർക്ക് വ്യക്തമായ ഒരു സ്ട്രക്ചേർഡ് മെറ്റീരിയലും കൂടിയുണ്ട്. അതുപോലെ തന്നെ ഫുൾ ചാപ്റ്റേഴ്സ് അതിലുണ്ടാവും. ഓരോ ചാപ്റ്റേഴ്സും ടോപ്പിക്കും ആക്ടിവിറ്റീസും കുട്ടികൾക്ക് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും. ഒരു ഗെയിംഫൈഡ് രീതിയിലായിരിക്കും കേട്ടോ ഇവർ കുട്ടികൾക്ക് ഹോംവർക്കും ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം കൊടുക്കുക. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് പഠിക്കാനും ആക്ടിവിറ്റീസ് ചെയ്യാനും ഭയങ്കര താല്പര്യമായിരിക്കും. ലേണിങ്ങിനാണ് കേട്ടോ ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന. മാത്സ്, സയൻസ് പോലുള്ള സബ്ജക്റ്റിലില്ലേ, സാധാ ക്ലാസ് കേട്ടിരിക്കുക എന്നല്ലാണ്ട് കുട്ടികളും കൂടി അത് ചെയ്ത് പഠിക്കണ്ടേ. അപ്പോൾ ഇല്ലേ, കുട്ടികൾ പഠിക്കുന്ന രീതിയിലുള്ള സെൽഫ് ലേണിങ്ങിനായിരിക്കും ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രത്യേകിച്ചും QLiveൻ്റെ ക്ലാസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10th-ലെ കുട്ടികൾക്കൊന്നും വേറൊരു ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല. കംപ്ലീറ്റ് ബോർഡ് എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളും ഇവരതിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. എനിക്ക് എൻ്റെ മോളുടെ റിസൾട്ട് കണ്ടേരം മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോമാണ് QLive. അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ടീച്ചേഴ്സ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. ഇനി ക്ലാസ് ഒന്നും വേണ്ടാത്ത കുട്ടികളെല്ലാം ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മതി. ഇപ്പം മാത്സ് എല്ലാം പോലത്തെ സബ്ജക്റ്റിന് ആഴ്ചയിൽ ഒരിക്കൽ മതിയെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം എല്ലാം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ ക്ലാസ് കൊടുക്കുമ്പോൾ തന്നെ ആ കുട്ടികൾക്ക് നല്ല റിസൾട്ട്, അതിൽ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. 24 hours ആക്സസ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആയ ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ക്ലാസ് വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ QLiveൻ്റെ പ്ലാറ്റ്ഫോം മാത്രം മതിയെങ്കിൽ അതും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. KG മുതൽ +2 വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഇവർ ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും പറ്റിയ AI ടൂൾസിലുള്ള സ്റ്റഡീസും പഠനവും കുട്ടികൾക്കും ടീച്ചേഴ്സിനെല്ലാം ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാം ഫീസ് വളരെ കുറവ് മാത്രമാണ് കേട്ടോ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്തോ. കാര്യം ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിക്കോ. അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങളെ കുട്ടികൾക്ക് ഉണ്ടാവും. കാര്യം നമ്മളെ കുട്ടികളുടെ ഭാവിയല്ലേ നമുക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ജോയിൻ ചെയ്ത് നോക്ക്. അതിൻ്റെ റിസൾട്ടും അതിൻ്റെ മാറ്റമെല്ലാം നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു കടല മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് കടലയാണ്. ഇതിപ്പം 3 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. കറുപ്പ് കടലയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളക്കടലയും എടുക്കുക. ഇതിപ്പം 3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നല്ലോണം കഴുകിയിട്ട് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു 5 വിസിൽ വരെ വേവിച്ചെടുക്കണം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ കുതിർത്ത് വെച്ച കടലയാണ്. അധികം കമൻറ്റിൽ ചോദിക്കലുണ്ട് കുതിർത്ത് വെച്ച കടലയാണോ ഇത്താന്നല്ലോ. കാര്യം നമ്മൾ ഒരുപാട് കടലക്കറിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തിട്ടില്ലേ. താങ്ക് യു സോ മച്ച്. ഒരുപാട് ആൾക്കാരിലേക്ക് 5-8 ലക്ഷം ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ ഇതും നിങ്ങൾ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടില്ലേ, കുക്കർ അടിച്ചു വെച്ച് ഒരു 8 വിസിൽ ഒരു 5 വിസിൽ വരെ വേവിച്ചെടുക്കുക കേട്ടോ. കറക്റ്റ് 5 വിസിലിൽ നമ്മുടെ കടല കുക്കായിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 വിസിൽ. ഇനിയിപ്പോൾ ഇതാ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പം ഞാനിപ്പം ഉപ്പല്ല ചേർത്ത് കൊടുക്കുന്നത്, ഞാനിപ്പം ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചാറ്റ് മസാല അധികം ഇപ്പോൾ എല്ലാവരെയും വീട്ടിലുണ്ടാവും. എന്നാലും ഇല്ലാത്തവരാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കടല മസാലക്ക് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പം ചാറ്റ് മസാല ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചാറ്റ് മസാല പൗഡർ തന്നെ ചേർത്ത് കൊടുക്കുക. ചാറ്റ് മസാലയിൽ ഉപ്പ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. ഇനിയിപ്പം നമ്മൾ വേവിച്ച് വെച്ച കടലയില്ലേ, അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കി എടുക്കുക. ആ ഒരു ടൈമിൽ നമ്മുടെ കടല കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കട്ടകളൊന്നും ഇല്ലാണ്ട് ഈ ഒരു സ്പൈസസ് എല്ലാം ഇല്ലേ, അതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കുക.
ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. പാന് നല്ലോണം ചൂടായാലും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ചൂടായ ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയും നല്ലോണം ചൂടാകണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്ന ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമില്ലേ, ക്യുമിൻ സീഡ്സ്, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണെല്ലാം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. എന്താ പറയുക, ജീരകം ഒന്ന് പൊട്ടി വന്നാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കണ്ടേ. എന്നിട്ട് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും ആ റോസ് സ്മെല്ല് മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കിയെടുക്കുക. ആ ഒരു റോസ് സ്മെല്ല് മാറിയ ശേഷം മാത്രമാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആ മുളക് മല്ലി ചട്ട് മസാല ഇല്ലേ, അതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കടലയിൽ മൊത്തത്തിൽ ഈ ഒരു മസാല പിടിക്കുന്ന രീതിയിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്കാക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഫുള്ളായിട്ട് കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കടല വേണ്ട അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയെടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയില്ലേ, അതാണ്. കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കടലൻ്റെ തന്നെ ഒരുപാട് റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ പീസ് കറി, ചന മസാല, ഭട്ടൂര, അങ്ങനെ ഒരുപാട് റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിന് കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടോക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ കടല ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് കടലൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈമിലാണ് കടലൻ്റെ ഉള്ളിലേക്ക് ആ ഒരു മസാല പിടിക്കുക കേട്ടോ. പിന്നെ ചാറ്റ് മസാല ചേർക്കാൻ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. ചെറിയ റേറ്റേ ഉള്ളൂ. എല്ലാ കാര്യത്തിനും നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ ചാറ്റ് മസാല. അപ്പോൾ ഇതാ നമ്മുടെ കടയിലേൽ മൊത്തത്തിൽ ആ ഒരു മുളകും മല്ലിയും ചാറ്റ് മസാലയും എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം തീ ഓഫ് ചെയ്യുക. ഇനിയിപ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അതിനായിട്ട് ഇതാ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി, ഒരു കക്കിരി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില, 3 പച്ചമുളക്, ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ വേവിച്ച് വെച്ച് ഈ കടലയില്ലേ മസാലയെല്ലാം പിടിച്ച് ഈ ഒരു കടലൻ്റെ മുകളിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കലാണ്. ഇനിയിപ്പം കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കലാണ്. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അനാറ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കോണില്ലേ, സ്വീറ്റ് കോൺ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് അനാറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം വീഡിയോക്ക് ഭംഗിക്ക് വേണ്ടിക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്, പൊട്ടറ്റോ ഇല്ലേ, അത് വേവിച്ചെടുത്തതാണ്. ഞാനിപ്പോൾ ഇതാ 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. നമ്മൾ മുട്ടയെല്ലാം തിളപ്പിക്കുന്ന പോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. തൊലി കളഞ്ഞിട്ടൊന്ന് പീസസ് ആക്കിയിട്ട് പെട്ടെന്ന് പീസസ് ആക്കിയിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതും ഈസിയാണ്, എന്തായാലും ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പൊട്ടറ്റോ എല്ലാം ചേർത്ത് കൊടുക്കാണ്ടിരിക്കണ്ട. അതെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കടല മസാലക്ക്. എന്നിട്ട് അവസാനമായിട്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചട്ട് മസാല ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചട്ട് മസാല ഒന്നുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളക്കടല വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങളെ കയ്യിൽ എന്ത് പയറുവർഗ്ഗങ്ങളുണ്ടെങ്കിലും ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ പയറിലില്ല, ആ ഒരു പച്ചപ്പയർ, അതെല്ലാം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കഞ്ഞിക്കെല്ലാം ഉണ്ടാക്കുന്ന ഒരു പയറില്ലേ, അതെല്ലാം വെച്ചിട്ടും അത് വേവിച്ചെടുത്തിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ഉരുളക്കിഴങ്ങും ആ ഒരു അനാറും തക്കാളി ഉള്ളി എല്ലാം വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇന്ന് വൈകുന്നേരം ചായക്ക് ചൂട് കട്ടനൊപ്പം ഇത് റെഡിയാക്കി എടുത്തോ. ഇപ്പം തന്നെ വെള്ളത്തിൽ കടല കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിയാകുമ്പോഴേക്ക് കുതിർന്ന് കിട്ടും. ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ അധികം ഞാനിങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കമൻറ്റിൽ വരുത്തുന്നുണ്ട്, ഇതാ നമ്മളിപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, റെസിപ്പിയെല്ലാം അടിപൊളിയാണെന്നെല്ലാം പറയലുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. കടല കുതിർത്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ വേണ്ട. ഇപ്പം പോയിട്ട് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ കൊണ്ടെല്ലാം കുതിർന്ന് വരും. എന്നിട്ട് കുക്കറിൽ ഒരു 5 വിസിൽ വരെ വേവിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും.
ഈ ഒരു കടൽ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വെള്ളക്കടലിലെ 2 മണിക്കൂർ കുതിർത്തിട്ട് ഒരു 5 വിസിൽ അല്ലാന്നുണ്ടെങ്കിൽ 6 വിസിൽ വരെ വേവിച്ചെടുത്തതാണ്. ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ ചാട്ട് മസാല പൗഡറില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം നമ്മൾ കടല വേവിച്ച വെള്ളയില്ലേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കിയെടുക്കുക. പിന്നെ ചാട്ട് മസാല ചേർത്താലില്ലേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ചെറിയ റേറ്റിലും കേട്ടോ, സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ടീസ്പൂണ് ചെറിയ ജീരകയില്ലേ ക്യുമിൻ സീഡ് അത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറിയ പീസ് ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. അതിൻ്റെ റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മുളക് മിക്സില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുളകിൻ്റെ ആ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനിയിപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലിലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. പിന്നിലെ ഈ ഒരു മസാലയിലേക്ക് കിടന്നിട്ട് ഈ ഒരു കടല നല്ലോണം എന്താ പറയുക കടലയിൽ മസാല പിടിക്കണം. അതുവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ വെള്ളം നല്ലോണം വറ്റി വരുന്നത് വരെ. അപ്പോൾ ഇതാ മൊത്തത്തിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ഉള്ളി, 2 തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക്, കക്കിരി, പിന്നെ കോണ് കുറച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ ഫ്രോസൺ കോണ് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക. കോണെല്ലാം ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിനാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കലാണ്. പിന്നെ ഇതിൻ്റെ തന്നെ കറുപ്പ് കടല വെച്ചിട്ടുള്ള ഒരു കടല മസാല റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങിൽ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് 1 വിസിൽ വരെ വേവിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉണ്ടെങ്കിൽ മാത്രം അനാറ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും അനാറ് ചേർത്ത് കൊടുത്തതിനാൽ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ചാട്ട് മസാല ഇല്ലേ ചാട്ട് മസാല ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കലാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിക്ക് വേണ്ടിക്ക് ഞാൻ ചെറുനാരങ്ങയാണ് കേട്ടോ പിഴിഞ്ഞ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിലേ നമ്മൾ കടല കുക്കാക്കൂലേ ആ ഒരു ടൈമിൽ വേണം ചേർത്ത് കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിനെഗർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചെറുനാരങ്ങയാണ് പിഴിഞ്ഞ് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഈ ഒരു ഇഫ്താറിൻ്റെ ടൈമിൽ ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോട്ടോ. 2 മണിക്കൂർ കടല കുതിർത്തേണ്ട പണിയല്ലല്ലോ. എന്നിട്ട് എന്താ പറയുക ചൂടോടെ സെർവ് ചെയ്തതിനാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കഴിഞ്ഞ എല്ലാ വീഡിയോസിനും നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ് കണ്ടിട്ടുണ്ടായി. അപ്പോൾ എല്ലാവരും കമൻറ്റ് വായിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ റിപ്ലൈ തരാൻ ടൈമില്ലാത്തതുകൊണ്ടാണ്. സോറി, അഹങ്കാരം ഒന്ന് ചാടേന്നൊന്നും വിചാരിക്കാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും. ഞാനിപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ അളവ് നിങ്ങൾ ഏത് സൈസിലുള്ള പോള റെഡിയാക്കുന്നോ അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണിലും കുറവ് ഗരം മസാല പൗഡർ ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കില്ലേ ഞാൻ തഹീന് പേസ്റ്റില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷണലാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ഷവർമൻ്റെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ. ആ ഒരു ഷവർമൻ്റെ ചിക്കൻ്റെ ടേസ്റ്റ് വരും. കുറച്ച് വിനെഗർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇത് ഒന്നുമില്ല ഫ്രൈ ആക്കി എടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാന് ചൂടാക്കി എടുക്കലാണ്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് സാധാ നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ആക്കൂലേ അതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തഹീനി പേസ്റ്റ് ഇട്ട് കൊടുത്തോണ്ട് തന്നെയില്ലേ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ചിക്കൻ ഉണ്ടാകുക. എണ്ണയിൽ നിന്ന് തന്നെ അത് എന്താ പറയുക തവ വെച്ചിട്ട് മൊത്തത്തിൽ വിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. കാര്യം ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാര്യം നമ്മൾ ചെറിയ പീസാക്കിയിട്ടല്ലേ ചിക്കൻ വെച്ച് കൊടുത്തേ, ചിക്കന് കട്ടാക്കി എടുത്തേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചിക്കന് മൊത്തത്തിൽ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. തഹീന പേസ്റ്റും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ജീരകില്ലേ ചെറിയ ജീരകം ക്യുമിൻ സീഡ് അത് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ചിക്കൻ്റെ മസാലക്കൊത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും.
ഇനിയിപ്പോൾ ഇതാ ഞാൻ മയോണൈസ് റെഡിയാക്കലാണ്. അതിലെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, ഞാൻ 3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വിനെഗർ ചേർത്ത് കൊടുക്കുക. ഇനി 2 മുട്ട, 1 2 മുട്ട ചേർത്ത് കൊടുക്കട്ടെ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇത് അടിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടില്ലേ അടിച്ചെടുക്കാം. ഉപ്പ് വയ്യ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ നല്ലോണം മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ 1/2 കപ്പ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പം ഗോൾഡ് വിനറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുക. പിന്നെ മയോണൈസ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുന്ന തന്നെയല്ല, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. ഇതിലും കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഞാൻ ക്യാബേജ് ചെറുതായിട്ട് കട്ടാക്കിയത് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കലാണ്. 1 കപ്പ് ക്യാബേജും 1/2 കപ്പ് ക്യാരറ്റും. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 തക്കാളി, 2 ചെറിയ തക്കാളിയില്ലേ അതിൻ്റെ സീഡെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ്. ഇനി ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കക്കിരിയും പിന്നെന്താ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കലാണ്. പിന്നില്ലേ ഉള്ളി എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, ഞാൻ അധികം ഷവർമയിൽ ഇട്ട് കൊടുക്കലില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. കക്കിരി ആകുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ടെക്സ്ചറായി പോകും, അതുകൊണ്ട് കക്കിരിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മാത്രം മയോണൈസ് ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു അളവിൽ ഒരു 2 2.5 ടേബിൾ സ്പൂണോ മയോണൈസ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. കാര്യം പോള റെഡിയാക്കുമ്പം വെള്ളം കൂടുതൽ ഇറങ്ങി വരും കേട്ടോ. ഓൾറെഡി ഈ ക്യാബേജിലെല്ലാം കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ മയോണൈസിലും വെള്ളം കൂടുതൽ മയോണൈസും കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് പോള സെറ്റായിട്ട് കിട്ടൂല. അതുകൊണ്ട് കുറച്ച് മാത്രം ടേസ്റ്റിന് മാത്രം ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ ആ ഒരു ഫില്ലിങ്ങിൻ്റെ ഒത്ത്. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 പാക്കറ്റ് ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ടാക്കിയിട്ട് സൈഡെല്ലാം കട്ടാക്കിയിട്ട് എടുത്തതാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാൽ, ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ ഏത് സൈസിലുള്ള പോളയാണോ റെഡിയാക്കുന്നത് അതിനനുസരിച്ച് ബ്രെഡും പാലെല്ലാം കൂട്ടിയും കുറച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 3 മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ, നല്ലോണം ഉടച്ചെടുക്കുക. മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതാ ഒന്ന് മൊത്തത്തിൽ മുട്ടയും പാലും ബ്രെഡും എല്ലാം മിക്സ് ആകുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കലാണ്. ഈ ഒരു ടൈമിൽ ഈ മിക്സിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക്, റെഡ് ചില്ലി ഫ്ലെക്സിൽ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതാ ഒന്നുകൂടി ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ലോണം മിക്സാക്കി എടുക്കലാണ്. അപ്പോൾ ഇത് സൈഡെല്ലാം കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ബ്രെഡിൻ്റെ, പക്ഷേ സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പോള കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഏത് പാത്രത്തിലാണോ പോള റെഡിയാക്കുന്നത് അതിലേക്കില്ലേ കുറച്ച് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആദ്യത്തെ ലെയറായിട്ടില്ലേ നമുക്ക് ആ ഒരു ബ്രെഡിൻ്റെ മിക്സിയിലെ ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ നേരെ പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. അപ്പം ഞാൻ 1 പാക്കറ്റ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. 2 കപ്പ് പാലും പിന്നെ 3 മുട്ടയും. അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ഒന്ന് എല്ലാ ഭാഗവും ലെവലാക്കി കൊടുക്കുക. എന്നിട്ടില്ലേ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാക്കി എടുക്കുക. ജസ്റ്റ് ആ ഒരു മുകൾ ഭാഗം ഒന്ന് സെറ്റായിട്ട് വരുന്നത് വരെ കുക്കാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് മനസ്സിലാവും, ഓപ്പൺ ആക്കുമ്പോൾ മുകൾ ഭാഗം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ആദ്യത്തെ ലെയർ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം തീ ഓഫ് ചെയ്തിട്ടില്ലേ വീണ്ടും അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാദ്യം ഞാൻ വെച്ച് കൊടുക്കുന്നത് മയോണൈസാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം മയോണൈസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കലാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഓവറായിട്ട് മയോണൈസ് ഇട്ട് കൊടുക്കണ്ട, കാര്യം കേക്ക് കട്ടാക്കുമ്പം നല്ലോണം ലൂസായി പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ അളവ് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിന് മുകളിലായിട്ട് ഫില്ലിങ്ങും കൂടി ഇട്ട് കൊടുക്കാം. ഫില്ലിങ്ങിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിറച്ചും മയോണൈസ് ചേർത്ത് കൊടുക്കുക, പക്ഷേ ഇല്ലേ കേക്ക് സെറ്റായിട്ട് കിട്ടൂല. അപ്പം ഫില്ലിങ് ഇങ്ങനെ തന്നെ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഫില്ലിങ്ങും കൂടി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കലാണ്. എല്ലാ ഭാഗവും ഒരുപോലെ നമ്മൾ കട്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം ബാക്കി വന്ന ആ ഒരു ബ്രെഡിൻ്റെ മിക്സിയിലെ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കലാണ്. എല്ലാ ഭാഗത്തും ബ്രെഡിൻ്റെ ആ ഒരു മിക്സ് വരുന്ന രീതിയിൽ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുക്കലാണ്. പിന്നെ ഞാൻ ആദ്യത്തെ ലെയർ ബ്രെഡ് ഇട്ട് കൊടുത്തേരം ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രെഡിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റായിട്ട് വന്ന ശേഷം ഒന്ന് ഫില്ലിങ് ഇട്ട് കൊടുത്തേ. എന്നിട്ട് വീണ്ടും അതിന് മുകളിൽ മയോണൈസും ഫില്ലിങ്ങും ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിലായിട്ട് ബ്രെഡിൻ്റെ മിക്സും കൂടി വീണ്ടും ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് എല്ലാം സ്പൂൺ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക.
എന്നിട്ട് വീണ്ടും അതിന് മുകളിലായിട്ട് ഇതാ ഞാൻ മയോണീസ് തന്നെയാണ് ഒന്ന് എന്താ പറയുക ഒരു 2 ടേബിൾ സ്പൂൺ, അധികമായിട്ടൊന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ മാത്രം ഒന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ആ മയോണീസും കൂടി ഞാൻ മൊത്തത്തിൽ ആ ഒരു ബ്രെഡിൻ്റെ മുകളിൽ മൊത്തത്തിൽ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കലാണ്. പിന്നെന്താ ഞാൻ പറഞ്ഞ പോലെ അധികം മയോണീസ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, നമ്മളിത് ചൂടാക്കുമ്പം ലൂസായി പോവും. ഇനിയിപ്പോൾ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിനാലേ ഇതിന് മുകളിലായിട്ട് കുറച്ച് വെജീസും കൂടി നമ്മൾ ആ ഒരു മിക്സ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആ ഫില്ലിങ് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് കട്ടാക്കി വെച്ച് മല്ലിയിലിട്ട് കൊടുക്കുക. റെഡ് ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇപ്പം കാണുമ്പോൾ ശരിക്കും ഒരു പ്ലേറ്റ് ഷവർമ സെറ്റ് ചെയ്തതുപോലെ അല്ലേ. അപ്പം മുകൾ ഭാഗം ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റാക്കി എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇത് ലോ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് കുക്കാക്കി എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് ഓരോരുത്തരുടെ ഫ്ലെയിം അനുസരിച്ചിട്ട് കുക്കാക്കി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പാൻ അടിയിൽ വെച്ചിട്ടാണ് കുക്കാക്കി എടുക്കുന്നത്. പിന്നെ ഈ ഒരു ലിഡിൻ്റെ ഹോളിലേക്കില്ലേ ടിഷ്യൂ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കറാമ്പോ ഒന്ന് വെച്ച് കൊടുക്കുന്നത്, അത് അടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു പാനിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. ഒരു 30 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വരും. കുക്കായി കഴിഞ്ഞാൽ ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കലാണ്, മുകൾ ഭാഗം കൂടി കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാക്കി എടുക്കുക, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടിപൊളിയിലേക്ക് കാണാൻ വേണ്ടിക്ക് നമുക്ക് ഇഫ്താറിൻ്റെ ടൈമെല്ലാം സെർവ് ചെയ്യാനും ഇല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ കുട്ടികൾ സ്കൂളിലിട്ടിട്ട് വന്നു കഴിഞ്ഞാലെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നിൽ ഇത് നല്ലോണം തണിഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ ഞാൻ ചൂടോടെ തന്നെയാണ് കട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ എന്താ പറയുക, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. ഇതിലേക്ക് കട്ടാക്കി എടുക്കുമ്പോൾ എൻ്റെ കൈ നല്ലോണം പൊള്ളുന്നുണ്ടായിട്ടുണ്ടായിന്, പിന്നെ ഞാൻ വേഗം വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഷവർമെല്ലാം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ട്രൈ ആക്കി നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുമല്ലോ. അടുത്ത സ്നാക്ക് നോക്കാം. ആദ്യം നമുക്ക് ബണ്ണിനുള്ള മാവ് കുഴച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ചെടുക്കാം. ഈ ഒരു അളവിൽ കറക്റ്റ് 8 ചിക്കൻ ബണ്ണ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂണിലും കുറവ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഓയിൽ ജാറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ട്രെൻഡിയുള്ള അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഈ ഒരു പഞ്ചസാരയും ഉപ്പെല്ലാം നല്ലോണം ഈ ഒരു മുട്ടയിൽ മെൽറ്റാവുന്ന രീതിയിൽ എന്താ പറയുക നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. പഞ്ചസാര മൊത്തത്തിൽ മെൽറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 ബണ്ണ് റെഡിയാക്കി എടുക്കുക. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൈദൻ്റെയും ഈ ഞാൻ എടുത്ത ഐറ്റംസ് എല്ലാം ഡബിളായിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി ഒരു മിശ്രം കപ്പും കാര്യങ്ങളെല്ലാം എവിടുന്നാണ് വാങ്ങിയെന്നും കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇതിൻ്റെ ടീസ്പൂണും ടേബിൾ സ്പൂണും എല്ലാം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇത് മാത്രം ഇപ്പോൾ എന്താ പറയുക ഇത് മാത്രം കാണിച്ചതാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലാം നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കൂലേ, അതുപോലെ നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ടും നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഒന്ന് കുഴച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ കറക്റ്റ് പറയുന്നില്ല, കാര്യം ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ നല്ലോണം കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ടും കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പം അങ്ങനെ പെർഫെക്റ്റായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ട് ഈ മാവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 45 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാനിതാ ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിലും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുക ഇതിന് മുകളിലായിട്ട് ഈ ഒരു മാവ് വെച്ചിട്ട് ഒരു 45 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 45 ടു എത്രയായാലും കുഴപ്പമൊന്നുമില്ല, മിനിമം ഒരു 45 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന് മുകളിലായിട്ടും ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് അടച്ച് വെക്കുക. നല്ല തണുപ്പുള്ള സ്ഥലമെല്ലാം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും, നല്ല ചൂടുള്ളതെല്ലാം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമില്ല, ബട്ടർ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കനാണ്, ചെറുതായിട്ട് കട്ടാക്കി വെച്ച ചിക്കന്, കുറച്ച് ഗരം മസാല പൗഡർ ഉപ്പും കൂടി ചേർത്തിട്ട്
മിക്സാക്കി എടുത്ത ചിക്കനാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കന് വേവിച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇല്ലേ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ കളയേണ്ട വരില്ലേ, അതുകൊണ്ട് ഞാൻ ചിക്കൻ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാലില്ലേ ഇതിലേക്കില്ലേ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ ഇല്ലേ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ചിക്കന് ഫ്രൈ ആയ ശേഷം മാത്രമാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കണ്ടേ. ഇനിയിപ്പോൾ ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ഫില്ലിങ് റെഡിയാക്കുന്നതെന്ന് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണും മൈദയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇത് നല്ല ക്രീമി ടെക്സ്ചറുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ വരുന്നത്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് കഴിക്കാൻ വേണ്ടിക്ക്. നിങ്ങൾ ചിക്കൻ വേവിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചിക്കൻ സ്റ്റോക്ക് മൊത്തത്തിൽ കളയേണ്ടി വരില്ലേ. ഇങ്ങനെ ആകുമ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഫില്ലിങ്ങിന് എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലോ വെള്ളമോ ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ തന്നെ ഒന്ന് തിക്കായിട്ട് വരും. നമ്മൾ മൈദല്ലേ ചേർത്ത് കൊടുത്തേ. ഇനി ഇതിലേക്കില്ലേ ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഓപ്ഷണലാണെന്നുണ്ടെങ്കിൽ മാത്രം ചീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ സ്ലൈസ്ഡ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. മൊസറല്ല ചീസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ക്രീം ചീസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കലാണ്. ചീസെല്ലാം എല്ലായിടത്തും ഒരു എന്താ പറയുക ഈ ഒരു ചിക്കനെല്ലാം മൊത്തത്തിൽ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. ആ ചീസെല്ലാം മെൽറ്റായി നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മാവ് കുഴച്ച് വെച്ചിട്ടില്ലേ, ആ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പം കുറച്ചധികം 45 മിനിറ്റ് അല്ല കേട്ടോ, ഞാനിപ്പം 2-3 മണിക്കൂറിന് ശേഷമൊന്നും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുത്താൽ. നിങ്ങൾ 45 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്തെടുത്തോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ വേഗം പൊങ്ങി വരും കേട്ടോ. ഞാനിപ്പം ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. നല്ലോണം പൊങ്ങി വരും. ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഒന്നുകൂടി കൈവച്ചിട്ട് കുഴച്ചിട്ടില്ലേ, ഇത് കറക്റ്റ് 8 പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കലാണ്. ഈ ഒരളവിൽ 8 ചിക്കൻ ബണ്ണ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്കിതിലും ചെറുതായിട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഓരോന്നും ബോൾസാക്കി എടുക്കലാണ്. പിന്നെ ഞാൻ ഇതിൽ കാണിച്ച പാത്രങ്ങളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ. കഴിഞ്ഞ വീഡിയോയിലും ആ ഒരു ഓയിൽ ജാറും കാര്യങ്ങളും പിന്നെ കുർക്കുമാസിൻ്റെ പാത്രത്തിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്നുകൂടി ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പാത്രങ്ങളുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ട്രെൻഡോളിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ഗൾഫ് കൺട്രീസിൽ മാത്രമാണ് കേട്ടോ ഇത് കിട്ടുക. അതുകൊണ്ട് തന്നെ ഗൾഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വാങ്ങാൻ പറഞ്ഞോ അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ, നല്ല പഞ്ഞു പോലെ ഉണ്ടാവും അതിനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ഇത് പരത്തിയെടുക്കലാണ്. നമ്മൾ പൂരിക്കെല്ലാം പരത്തൂലേ, അതുപോലെ പരത്തിയെടുക്കുക. കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപോലത്തെ കട്ടിക്ക് പരത്തിയെടുക്കുക. എന്നിട്ടില്ലേ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു ഫില്ലിങ്ങിൽ തന്നെ ചെയ്തെടുക്കണമെന്നില്ല, ഏത് ഫില്ലിംഗ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ചിക്കൻ ബണ്ണ് കഴിക്കുമ്പോൾ ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ മസാല കഴിക്കുമ്പോൾ വറനൊരു അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കാം. പിന്നെ ചിക്കനും മുളക് ഉപ്പെല്ലാം ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കുക. എല്ലാ ഭാഗത്തും ഒരേ കട്ടി ഉണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ഭാഗം മാത്രം നല്ല കട്ടിക്ക് നിൽക്കും കേട്ടോ. ഫില്ലിങ് എന്താ പറയുക ആ ഒരു മാവ്, അതുകൊണ്ട് തന്നെ ഒരുപോലെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ ഇതാ മുട്ടൻ്റെ മഞ്ഞക്കറി ഉണ്ടാവില്ലേ, എഗ് യോക്ക്, അത് മാത്രം ഞാൻ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കലാണ്. നമ്മൾ എഗ് യോക്ക് കൂടി ഒരു ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സ്നാക്ക് കാണാൻ എക്സ്ട്രാ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് നല്ല രസമൊന്ന് കാണാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കലാണ്. അതുപോലെ തന്നെ ഇതിലേക്കില്ലേ ഞാൻ എള്ളും കൂടി വെളുത്ത എള്ളില്ലേ
വൈറ്റ് എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. വൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. നമുക്കിപ്പം ഗസ്റ്റ് വരുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കാനും ഇല്ലാന്നുണ്ടെങ്കിൽ റമദാനെല്ലാം വരുന്നത് ആ ഒരു ടൈമിലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ആ ഒരു സ്നാക്കില്ലേ, ഹാഫ് മൂൺ സ്നാക്ക്, അത് ഇതെല്ലാം വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ടൈപ്പ് സ്നാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് പണ്ട് മുതലേ ഉള്ള സ്നാക്ക് തന്നെയാണ്. എന്നാലും അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിക്ക് ഷെയർ ആക്കിയതാണ്. എഗ് യോക്കും കൂടി ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് മുകളിൽ എള്ളും കൂടി ചേർത്ത് കൊടുക്കലാണ്. എള്ളും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എള്ളില്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കലാണ്. ഞാനിപ്പം കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻസ് കണ്ടിട്ടുണ്ടായിന്. എല്ലാവരെയും കമൻസ് ഞാൻ നോക്കിയിട്ടുണ്ടായിന്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഓവനിൽ വെച്ച് കൊടുക്കലാണ്. 160 ഡിഗ്രിയിൽ 25-30 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വരും കേട്ടോ. പെട്ടെന്ന് കുക്കാക്കി എടുക്കാൻ പറ്റും. പാനിൽ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. പാനിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു മുകളിൽ വരുന്ന ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് വലുതായിട്ടുണ്ടാവില്ല. എന്നാലും പാനിൽ നമ്മൾ കേക്കെല്ലാം ചെയ്യൂലേ, അതുപോലെ ചെയ്തെടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പം ഡിന്നറിനെല്ലാം പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഐറ്റംസ് അല്ലേ കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുണ്ടാവുക. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്താ പറയുക, എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചിട്ടും കൂടി കാണിക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്ങും പുറമേ എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഇത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാനും എളുപ്പമല്ലേ. വേഗം കുബൂസിനെല്ലാം കുഴക്കുന്ന പോലെ വേഗം മാവ് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. ചിക്കനെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ അടിപൊളി സ്നാക്കാണ്. ചൂട് ചായൻ്റെ കൂടെ അടിപൊളി. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ ആദ്യം ഇതിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഇതാ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല. എനിക്ക് ഈ ഒരു ഓയിൽ ജാർ എവിടുന്ന് വാങ്ങിയെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്. ഇതിപ്പം ട്രെൻഡിയുള്ള അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പിന്നെ അപ് ടു 40% ഓഫറും കൂടി കിട്ടാൻ ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ചിലും ചെറിയ പീസ് ഇഞ്ചി മതി കേട്ടോ. കൊത്തി അരിഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇതാ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ലും മാറിക്കഴിഞ്ഞാലില്ലേ ഇതിലേക്ക് 1 ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്കാക്കി എടുക്കുക. പിന്നെ ഉള്ളി ഒന്ന് കുക്കാൻ വേണ്ടിക്ക് ഞാൻ അടച്ചു വെച്ച് കൊടുക്കലാണ്. പിന്നെ ഈ ഒരു പൊട്ട് കുർക്കുമാസിൻ്റെ ആണ്. ഇത് ഇവിടുന്ന് വാങ്ങിയെന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇതും ട്രെൻഡിയുള്ള അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫർ കോഡ് യൂസ് ചെയ്യുക ഇർഫാന എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. നിങ്ങൾ ആരെങ്കിലും ഗൾഫിലുള്ളവരാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഗൾഫിലുണ്ടെങ്കിൽ വേഗം വാങ്ങാൻ പറഞ്ഞു. നല്ല അടിപൊളി പാത്രങ്ങളാണ്. ഞാൻ 4 വർഷത്തോളമായി യൂസ് ചെയ്യുന്നു. ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് എല്ലാം കൂടി വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ല് മാറിയ ശേഷം മാത്രം ഉള്ളി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കൊത്തി അരിഞ്ഞ ചിക്കൻ്റെ പീസസ് ആണ്. ചിക്കൻ്റെ പീസസ് എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ കുക്ക് ചെയ്യാത്ത ചിക്കനാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാര്യം ഇതിൽ ആ ഒരു ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് കളയേണ്ടി വരുമല്ലേ. പക്ഷെ ഇതിൽ തന്നെ ആ ഒരു ചിക്കന് മൊത്തം ടേസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ക്യാരറ്റും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഈ ഒരു ചിക്കനും ക്യാരറ്റും എല്ലാം കുക്കായിട്ട് വരുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ. ഇത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒന്നും സ്പൈസസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ചിക്കന് കുക്കായിട്ട് വരും കേട്ടോ. അധിക ടൈമൊന്നും വേണ്ട. അപ്പം ചിക്കനെല്ലാം കുക്കായിട്ട് വന്ന ശേഷം ഇതിലേക്ക് ഞാൻ 1/2 മുറി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് പൊതുവേ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില കുത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ആക്കി എടുക്കുക.
അപ്പം നമ്മളെ ഫില്ലിങ് ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിക്ക് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പാല്, 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പാല് ചേർത്ത് കൊടുത്താലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വെള്ളം ചേർത്തിട്ട് കുറച്ച് പാൽപ്പൊടി മിക്സ് ആക്കിയിട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാലും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. പിന്നെ നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കുമ്പോൾ ഇതൊരു തിക്കായിട്ട് മാറും. നമ്മൾ മൈദയും പാലല്ലേ ചേർത്ത് കൊടുത്തേ. ഇനിയിപ്പം തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ് റെഡിയായി. അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിക്ക് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വന്നേരം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കലാണ്. 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചൂടാകുന്ന ടൈമിൽ ഇതിലേക്കില്ലേ 1.5 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ തന്നെ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടറെല്ലാം മെൽറ്റായിട്ട് വരുന്നത് വരെ മിക്സ് ആക്കിയെടുക്കാം. വെള്ളം നല്ലോണം തിളച്ച് ബട്ടറെല്ലാം ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇതിലേക്ക് 1.5 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. പത്തിരിക്കെല്ലാം കുഴച്ചെടുക്കൂലേ അതുപോലെ കുഴച്ചെടുക്കുക. ഒന്ന് വെള്ളവും ആ ഒരു ബട്ടറും എല്ലാം ഒരുമിച്ച് മിക്സായ ശേഷം തീ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നില്ലേ നമുക്ക് സാധാ മൈദ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു സ്നാക്കില്ലേ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ടൈപ്പ് സ്നാക്കാണ്. അപ്പോൾ നമ്മൾ മൈദ സാധാ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇല്ലേ ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ടാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലോണം നമ്മൾ ചപ്പാത്തിയെല്ലാം കുഴക്കൂലേ അതുപോലെ നല്ലോണം പ്രസ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. ചൂടോടെ തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കാം. ചൂടോടെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിക്ക് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതിന് മുകളിലായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാ ചപ്പാത്തിയെല്ലാം പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇറച്ചിയുടെ എല്ലാം ഉണ്ടാക്കൂലേ അതുപോലെ പരത്തിയെടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇനിയിപ്പോൾ ഞാൻ അതിൽ നിന്ന് പകുതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് മാവ് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ചപ്പാത്തിയെല്ലാം പരത്തൂലേ അതുപോലെ കുറച്ച് കട്ടിക്ക് പരത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തിയിലും നേരിയ രീതിയിൽ പരത്തണ്ട, എന്നാൽ കുബൂസിൻ്റെ അത്ര കട്ടിയും വേണ്ട, അതിൻ്റെ ഇടയിലുള്ള ഒരു പരുവത്തിൽ പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഷേപ്പർ വെച്ചിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പം ഹാഫ് മൂൺ സ്നാക്കല്ലേ റെഡിയാക്കി എടുക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു ഷേപ്പിലാണ് കട്ടാക്കി എടുക്കുക. ഞാനൊരു ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെ കട്ടാക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സൈഡിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ. നമ്മൾ മൈദ മിക്സ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒട്ടി വരും കേട്ടോ. ഇതുപോലെ മുഴുവനായിട്ട് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടെല്ലാം കാണുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരുപാട് സ്നാക്സ് റെസിപ്പീസും ടീ പാർട്ടി വ്ളോഗെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടോക്കുക. ഇർഫാന ഷംഷീർ, നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ വേണ്ടത് അതിൻ്റെ കൂടെ ഇർഫാന ഷംഷീർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റെസിപ്പിയെല്ലാം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഡെയിൻമെലിഫും വ്ളോഗും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോസിന് തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിന്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ്സിനൊന്നും ഞാൻ റിപ്ലൈ തന്നിട്ടില്ല. എല്ലാവർക്കും എല്ലാവരും കമൻറ്റ് വായിക്കുന്നുണ്ട്. പിന്നെന്താ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനോ ഫാമിലിക്കോ എല്ലാം ഷെയർ ആക്കുക. വൈകുന്നേരം എല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, പെട്ടെന്നല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ടീ പാർട്ടി എല്ലാം ഉണ്ടാകുമ്പം ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നെല്ലാം തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. പക്ഷേ നമ്മൾ ഈ ഭാഗത്തെല്ലാം അധികം പുതിയാപ്പിളമാരെ വീട്ടിൽ കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടീ പാർട്ടി എല്ലാം വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന സ്നാക്ക് തന്നെയാണ് കേട്ടോ. ഇത് കുറേ ആൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഇപ്പോഴും അറിയാത്തവരുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇത്ര സോഫ്റ്റ് ആയിട്ട് കടിക്കുമ്പം ഇങ്ങനെ തോന്നും. എന്നോടധികം ചോദിക്കലുണ്ട് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ഇതെന്ത് ഇത്ര ടേസ്റ്റി വരാൻ കാര്യമൊന്നും. ഇപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു കൊടുക്കലുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ എൻ്റെ വ്ളോഗ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം ഇതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ ഞാൻ മുട്ട കലക്കിയെടുക്കുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു എന്താ പറയുക കട്ട്ലറ്റെല്ലാം ചെയ്യൂലേ, അതുപോലെ ചിക്കൻ റോള് കട്ട്ലറ്റെല്ലാം ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മൊത്തത്തിൽ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതുപോലെ ചെയ്ത് കറക്റ്റ് ഈ ഒരു അളവിനില്ലോ 1.5 മുട്ട മതിയാവും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചിട്ട് കുറച്ച് പാലും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ മുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ മുക്കിയെടുക്കലാണ്. മുട്ടയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പിൻ്റെ അളവെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കലാണ്. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്നാക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈവനിങ് സ്നാക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ. നല്ല രസമാണ് ഇതെല്ലാം. എന്താ പറയുക ആ ഒരു പെർഫെക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാക്കിയിട്ട് വിരുന്നാർക്കോ വീട്ടുകാർക്കെല്ലാം കൊടുക്കുമ്പം അവർ കഴിച്ചിട്ടുള്ള ഒരു റിസൾട്ട് കേൾക്കുമ്പം ഭയങ്കര ഹാപ്പി അല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാലും ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാ ഞാൻ മൊത്തത്തിൽ എന്താ പറയുക മൊത്തത്തിൽ ഈ ഒരു ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ വുഡൻ ബൗളും ട്രേയും കാര്യങ്ങളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ചൂടായ എണ്ണയിലിട്ടിട്ട് നമ്മൾ സാധാ ഫ്രൈ ആക്കി എടുക്കൂലേ, അതുപോലെ ഫ്രൈ ആക്കി എടുക്കലാണ്. എണ്ണ നല്ലോണം ചൂടാക്കി എടുക്കുക. എന്നിട്ട് 2 ഭാഗം ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലിട്ട് കൊടുക്കലാണ്. ഒരു ഭാഗം കുക്കായിട്ട് വന്നതിനാൽ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം ജസ്റ്റ് ഈ ഒരു കളറായാൽ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചുകൂടി കളറായിക്കോട്ടെ, ഫോട്ടോക്കെല്ലാം കുറച്ച് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചുകൂടി കളറാക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക കുറച്ചുകൂടി കുക്കാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ കറക്റ്റ് ജസ്റ്റ് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതൊന്ന് പൊങ്ങി വരും, ഉൾഭാഗം ഒന്ന് പൊങ്ങി വരും. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഒരു പാത്രങ്ങളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ. ഇത് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പം ട്രെൻഡുകളിലെല്ലാം നല്ല ഓഫറെല്ലാം ഉള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡ് മറക്കണ്ട, up to 40% ഓഫർ കിട്ടും കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ പാത്രങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ എണ്ണയിൽ നിന്ന് കോരിമാറ്റലാണ്. ഇത് ഒട്ടും എണ്ണ ഒന്നും കുടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല ഉള്ളിൽ നല്ല ക്രീമിയും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. ഇനിയിപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി കാര്യമായിട്ടൊന്നുമില്ല, നല്ല ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ചിക്കനെല്ലാം ഉള്ളതാണെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ചിക്കനായാലും ബീഫായാലും എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ്ടില്ലേ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ക്രീമിയാണ്. കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ട് വെക്കും, അത്രയും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കും. അപ്പോൾ ഈ ഒരു പൽപ്പത്തിരി റെഡിയാക്കാൻ വേണ്ടിക്ക് ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇതാ 2 മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ഇതിപ്പം 280 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുത്തേ. 2.25 കപ്പോളം വെള്ളം വേണം. ഒരു 3 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തോ. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം, ഈ ഒരു ലൂസിൽ വേണം കേട്ടോ ഉണ്ടാകാൻ വേണ്ടിക്ക്. നല്ലോണം കട്ടിയായിട്ടും വേണ്ട, എന്നാൽ നല്ല ലൂസായിട്ടും വേണ്ട. നമ്മൾ നിർദോഷമെല്ലാം ചെയ്യൂലേ ആ ഒരു ലൂസിൽ വേണം ഈ ഒരു മാവ് ഉണ്ടാകാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ ഞാൻ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോരോ തവി ഒഴിച്ചിട്ട് ഇങ്ങനെ ദോശയായിട്ട് എന്താ പറയുക ചുട്ടെടുക്കുക കേട്ടോ. ഇതെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡൈനാമൈറ്റ് ചിക്കൻ്റെ റെസിപ്പി ചെയ്തിട്ടില്ലേ, അതിലൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന് സൗണ്ടിന് എന്താ പറ്റിയെന്ന്. എനിക്ക് നല്ല പനിയെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്, അതാണ് കേട്ടോ ആ സൗണ്ട് മാറിയ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കലാണ്. ഈ ഒരു മാവിൻ്റെ അളവ് വെച്ചിട്ട് ഒരു 14 ദോശ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അതേ പാനിൽ തന്നെ ഞാനിതാ 2 ടേബിൾ സ്പൂൺ ഗീ പശുവിൻ നെയ്യില്ലേ അത് ചേർത്ത് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും വറുത്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കലാണ്.
ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇതാ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും 1.5 കപ്പ് പഞ്ചസാര വേണം കേട്ടോ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 3-4 ഏലക്ക, പിന്നെ ഇതാ 2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുരം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ 2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കലാണ്. എന്നിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കശുനട്ടും കിസ്മിസും വറുത്തെടുത്ത ആ ഒരു ബാക്കി ഗീയില്ലേ, അത് ഇതിലേക്കും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനിയിപ്പം വേറൊന്നുമില്ല, നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കലാണ്. ഞാനിപ്പം ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സോസ് പാനോ കേക്ക് ചൂടുന്ന ഏത് ഐറ്റംസ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ കേക്ക് ടീനിലേക്ക് കുറച്ച് ബട്ടർ പേപ്പറും കുറച്ച് ഗീയും സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചുട്ടുവെച്ച ദോശയില്ലേ, ഒരു ദോശ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പാലിൻ്റെയും മുട്ടൻ്റെയും മിക്സിയിലെ ഇതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ദോശ വെച്ച് കൊടുക്കുക, വീണ്ടും ആ ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. റിപ്പീറ്റ് ആയിട്ട് അതന്നെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നിൽ ഇത് പല ടൈപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് തന്നെ ഒരുപാട് ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് ചെയ്തെടുക്കുന്നതുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിലെല്ലാം ഞാൻ ആ ഒരു റെസിപ്പിയെല്ലാം ഷെയർ ആക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതന്നെ പല രീതിയിൽ ചെയ്തെടുത്തതിനാൽ ഇനിയിപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് 14 ദോശ ഞാൻ ടോട്ടലി ചുട്ടെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ആദ്യം ദോശ വെച്ച് കൊടുക്കും, പിന്നെ ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കും, അങ്ങനെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ അവസാനത്തെ ദോശയും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കാനും അടിപൊളിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് ആ ഒരു കാഷ്യൂനട്ടും കിസ്മിസും ഇല്ലേ ഇതിലേക്ക് വെച്ച് കൊടുക്കലാണ്. ബദാം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. പിന്നില്ലേ ഇതിലേക്ക് അവസാനമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാഫ്രോണില്ലേ, കുങ്കുമം, അത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പാലിൻ്റെ മിക്സിയിൽ അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്തെടുക്കാത്തത്. ഞാനിതാ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഒരു മുട്ടൻ്റെ മിക്സും കൂടി അവസാനമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനാട്ടാ. ഇനിയിപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ വലിയ പോട്ട് എടുത്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സ്റ്റീൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ടിന്ന് ഇതിലേക്ക് ഇറക്കി വെക്കുക, മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഈ ഒരു പോട്ടിൽ നമ്മൾ ഇത് കുക്കാക്കും മുമ്പേ ഒരു 10 മിനിറ്റ് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഈ ഒരു ടിന്ന് ഇറക്കി വെക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് ഇതാ 1 മണിക്കൂർ കറക്റ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും കേട്ടോ. ഓവണിലാണെങ്കിൽ ഇതിലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഓവൺ ഇല്ലാത്തവർ എന്താ ചെയ്യുക ഇത്താന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ റെഡിയാക്കിയിട്ട് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനൊരു കത്തി വെച്ചിട്ട് അത് സൈഡെല്ലാം വെടിപ്പിച്ചെടുക്കലാണ്. എന്നിട്ടിതാ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടർ പേപ്പറെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെയില്ലേ, ഇപ്പോൾ കല്യാണ സീസണെല്ലാം ആയതുകൊണ്ട് ടീ പാർട്ടിയും കാര്യങ്ങളും പാർട്ടിയെല്ലാം കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനുണ്ടാക്കാൻ പറ്റിയ കുറച്ച് അടിപൊളി ഐറ്റംസാണ് ഇതെല്ലാം. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ 5 ലക്ഷത്തിന് മുകളിലെല്ലാം വ്യൂസും 4 ലക്ഷത്തിന് മുകളിലെല്ലാം വ്യൂസ് വന്ന റെസിപ്പീസെല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഒരുപാട് പേര് ട്രൈ ആക്കിയിട്ട് നല്ല നല്ല റിസൾട്ട് പറഞ്ഞതാണ്. അപ്പോൾ വീണ്ടും ഒരുപാട് സ്നാക്കിനും കാര്യങ്ങൾക്കെല്ലാം ചോദിച്ചുകൊണ്ട് മാത്രവും ഞാനിങ്ങനെ ഷെയർ ആക്കിയേട്ടാ. അപ്പം ബൈ.